അപ്പം വീഡിയോ കണ്ടതുപോലെ തന്നെ നമ്മളൊരു മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അത് മുളക് തിരുമ്മി വെച്ചിരിക്കുകയാണ്. ഇതാണ് അച്ചാർ പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചീനിച്ചട്ടിക്കകത്തിട്ട് എണ്ണ ഒഴിക്കാം. കടുക് ഒരല്പം കടുകിട്ട് അത് പൊട്ടി നല്ലവണ്ണം ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം കടുക് ഒന്ന് പൊട്ടി വരുന്നില്ല വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് ശരിക്ക് പൊട്ടുന്ന ശബ്ദമെല്ലാം കേൾക്കും. നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അത് നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തെടുക്കുക. അച്ചാറൊക്കെ പല രീതി അച്ചാറിടാൻ പറ്റും. വെള്ളയ്ക്ക് അച്ചാറിടുന്നവരുണ്ട്, അതുപോലെ അച്ചാർ പൊടിയിട്ട് വെക്കുന്നവരുണ്ട്. അച്ചാറൊക്കെ നമുക്ക് ഇട്ട് വെച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, നമുക്ക് അത്യാവശ്യം കഞ്ഞിയൊക്കെ കുടിക്കാനും അല്ലാതെ ചോറിനും എല്ലാം എടുക്കാൻ പറ്റും. നമ്മൾ നിരന്തരം പൊതിച്ചോറ് തയ്യാറാക്കുന്ന കാരണം നമുക്കൊരു അച്ചാർ നിർബന്ധമാണ്. അപ്പോൾ നല്ലവണ്ണം അത് വഴറ്റി വരികയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അച്ചാർ പൊടി ഇടാം. അച്ചാർ പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, അച്ചാർ പൊടി ഇട്ട് കഴിഞ്ഞപ്പം കണ്ടോ ആ കളറ്. നമ്മൾ ആ മാങ്ങ അരിഞ്ഞ് വെച്ചത് ചെറുതായിട്ട് മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ്. അതും കൂടെ ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു. മാങ്ങയ്ക്ക് ഉപ്പ് തിരുമ്മി വെച്ച കാരണം നമ്മൾ ഉപ്പ് ഇട്ടില്ല. ഇനി ശകലം വിനാഗിരി ഈ സൈഡിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത്ര നല്ലപോലെ ഇളക്കി ഇതിപ്പം തന്നെ ഏകദേശം മാങ്ങ കറിയായി. ഇങ്ങനെ വേണം നമുക്ക് മാങ്ങക്കറിയായിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ ശകലം വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. ചാറ് പോലെ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഉപ്പും എല്ലാം നോക്കി ആവശ്യത്തിന് എല്ലാം ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തെടുക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.